ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം അധ്യായം 23 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്കാ സുവിശേഷം അധ്യായം 23 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 56 വാക്യങ്ങൾ. 2, അധ്യായം 23 എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 6 ശീർഷകങ്ങൾ. 3, 23-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം പീലാത്തോസിൻ്റെ മുൻപിൽ. 4, ലൂക്ക 23:1 പ്രകാരം ന്യായാധിപ സംഘം യേശുവിനെ എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പീലാത്തോസിൻ്റെ മുൻപിലേക്ക്. 5, അവർ യേശുവിൻ്റെ മേൽ എത്ര കുറ്റങ്ങളാണ് ചുമത്തിയത്? ഉത്തരം 3 കുറ്റങ്ങൾ. 6, അവർ യേശുവിൻ്റെ മേൽ ചുമത്തിയ 3 കുറ്റങ്ങൾ ഏതെല്ലാമായിരുന്നു? 1, ജനത്തെ വഴിതെറ്റിക്കുന്നു. 2, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു. 3, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. 7-ാമത്തെ ചോദ്യം, നീ യഹൂദരുടെ രാജാവാണോ? 23:3 പ്രകാരം ഇത് ചോദിച്ചത് ആരാണ്? ഉത്തരം പീലാത്തോസ്. 8, നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിനുള്ള യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ. 9, 23:4 അനുസരിച്ച് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പീലാത്തോസ് പറഞ്ഞത് എന്ത്? ഉത്തരം ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. 10, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. 23:4 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞത്. 11, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും എങ്ങനെ ജനത്തെ ഇളക്കി വിടുന്നു എന്നാണ് 23:5 പറയുന്നത്? ഉത്തരം പഠിപ്പിച്ചുകൊണ്ട്. 12, ലൂക്ക 23:5 പരാമർശിക്കുന്ന 2 സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഗലീലി, യൂദയ. 13, ലൂക്ക 23-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ. 14, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ? 23:6 പ്രകാരം ഇത് ചോദിച്ചത് ആരാണ്? ഉത്തരം പീലാത്തോസ്. 15, പീലാത്തോസ് യേശുവിനെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് അയക്കാനുണ്ടായ കാരണം എന്ത്? ഉത്തരം യേശു ഹെറോദേസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞതുകൊണ്ട്. 16, ആ ദിവസങ്ങളിൽ ഹെറോദേസ് ഡാഷിൽ ഉണ്ടായിരുന്നു. 23:7 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ജെറുസലേമിൽ. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. 17, ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിക്കുവാനുണ്ടായ കാരണം എന്ത്? ഉത്തരം ഹെറോദേസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നതുകൊണ്ട്. 18, ലൂക്ക 23:8 പ്രകാരം ഹെറോദേസ് പ്രതീക്ഷിച്ചിരുന്നത് എന്ത്? ഉത്തരം യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണുവാൻ. 19, ഹെറോദേസിൻ്റെ ചോദ്യങ്ങളോടുള്ള യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? 23:9 ഉത്തരം യേശു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. 20, യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത് ആരെല്ലാമാണ്?
23:10. ഉത്തരം പുരോഹിത പ്രമുഖന്മാരും പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. 21. ഹെറോദേസ് ആരോട് ചേർന്നാണ് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തത്? ഉത്തരം പടയാളികളോട് ചേർന്ന്. 22. 23:11 അനുസരിച്ച് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ആര്? ഉത്തരം ഹെറോദേസ്. 23. ഹെറോദേസ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് എപ്രകാരമാണ്? 23:11. ഉത്തരം പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്. 24. ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായത് എന്നു മുതലാണ്? ഉത്തരം ഹെറോദേസ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് അയച്ച അന്നു മുതൽ. 25. 23:12 പ്രകാരം മുമ്പ് ശത്രുതയിൽ കഴിഞ്ഞിരുന്നത് ആരെല്ലാമാണ്? ഉത്തരം ഹെറോദോസും പീലാത്തോസും. 26. 23:13 പ്രകാരം പീലാത്തോസ് ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടിയാണ് അവനോട് സംസാരിച്ചത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി. 27. എന്തു പറഞ്ഞാണ് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനങ്ങളും യേശുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുചെന്നത്? ഉത്തരം ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 28. നിങ്ങളുടെ മുമ്പിൽ വച്ചു തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. ആരെ? ഉത്തരം ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്നവനെ. 29. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. ലൂക്ക 23:14 പ്രകാരം ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം പീലാത്തോസിൻ്റെ വാക്കുകൾ. 30. ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നുപോലും യേശുവിൽ കാണാതിരുന്നത് ആരെല്ലാമാണ്? ഉത്തരം പീലാത്തോസും ഹെറോദേസും. 31. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. ലൂക്ക 23:15 അനുസരിച്ച് ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം പീലാത്തോസിൻ്റെ വാക്കുകൾ. 32. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറയാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. 33. യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം ഏകസ്വരത്തിൽ ആക്രോശിച്ചത് എന്ത്? ഉത്തരം ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. 34. ബറാബാസ് ആരായിരുന്നു? 23:19. ഉത്തരം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ. 35. ലൂക്ക 23:18 സമാനമായ പുതിയ നിയമഭാഗം ഏത്? ഉത്തരം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3:13-14. 36. 23:20 പ്രകാരം ഒരിക്കൽ കൂടി പീലാത്തോസ് ജനക്കൂട്ടത്തോട് സംസാരിച്ചത് എന്തിന്? ഉത്തരം യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട്. 37. യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ച പീലാത്തോസിനോട് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? ഉത്തരം ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 38. പീലാത്തോസ് 3-ാം പ്രാവശ്യവും ജനക്കൂട്ടത്തോട് ചോദിച്ചതെന്ത്? 23:22. ഉത്തരം അവൻ എന്ത് തിന്മ
പ്രവർത്തിച്ചു. 39 പൂരിപ്പിക്കാനുള്ളതാണ്. ഡാഷ് അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. ലൂക്ക 23:22 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വധശിക്ഷ. വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. 40 യേശുവിനെ ക്രൂശിക്കണമെന്ന് ജനക്കൂട്ടം നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴാണ്? ഉത്തരം ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ. 41 അവസാനം ആരുടെ നിർബന്ധം തന്നെയാണ് വിജയിച്ചത്? 23:23. ഉത്തരം ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. 42 23-24 പ്രകാരം പീലാത്തോസ് തീരുമാനിച്ചത് എന്ത്? ഉത്തരം ജനം ആവശ്യപ്പെട്ടത് അനുവദിച്ച് കൊടുക്കുവാൻ. 43 23-25 പ്രകാരം ആരെയാണ് പീലാത്തോസ് വിട്ടയച്ചത്? ഉത്തരം കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ. 44 യേശുവിനെ അവരുടെ ഡാഷിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. 23-25 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഇംഗിതത്തിന്. യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. 45 യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്നത് ആരാണ്? ഉത്തരം ശിമയോൻ. 46 ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം കിറേനക്കാരൻ. 47 ശിമയോനെ പിടിച്ചു നിർത്തി അവർ നിർബന്ധിച്ചത് എന്ത്? 23-26. ഉത്തരം കുരിശ് ചുമലിൽ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ പുറകെ വരാൻ. 48 ആരെല്ലാമാണ് യേശുവിൻ്റെ പുറകെ പോയിരുന്നത്? 23-27. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും. 49 യേശുവിൻ്റെ പിന്നാലെ പോയിരുന്ന സ്ത്രീകളുടെ സമൂഹം എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം അവർ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു. 50 കരഞ്ഞും മുറവിളി കൂട്ടിയും യേശുവിൻ്റെ പിന്നാലെ പോയ സ്ത്രീകളുടെ സമൂഹത്തെ യേശു എപ്രകാരമാണ് സംബോധന ചെയ്തത്? 23-28. ഉത്തരം ജെറുസലേം പുത്രിമാരെ. 51 ജെറുസലേം പുത്രിമാരോട് ആരെ പ്രതി കരയുവാനാണ് യേശു പറഞ്ഞത്? 23-28. ഉത്തരം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. 52 എന്തിനെല്ലാം ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു പറഞ്ഞത്? 23-29. ഉത്തരം വന്ധ്യകൾ, പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്ന്. 53 അന്ന് അവർ പർവ്വതങ്ങളോട് പറയാൻ തുടങ്ങുന്നത് എന്ത്? 23-30. ഞങ്ങളുടെ മേൽ വീഴുക എന്ന്. 54 ഞങ്ങളെ മൂടിക്കളയുക എന്ന് അവർ പറയാൻ തുടങ്ങുന്നത് ആരോട്? 23-30. കുന്നുകളോട്. 55 പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും രേഖപ്പെടുത്തിയ പഴയ നിയമഭാഗം ഏതാണ്? ഉത്തരം ഹോസിയ 10:8. 56 പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഡാഷിന് എന്ത് സംഭവിക്കും? 23-31. ഉത്തരം ഉണങ്ങിയതിന്. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? 57
പച്ചത്തടിയോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? 23:31 അനുസരിച്ച് ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം യേശു ജെറുസലേം പുത്രിമാരോട്. 58 യേശുവിനോടൊപ്പം വധിക്കുന്നതിന് അവർ കൂട്ടിക്കൊണ്ടുപോയത് ആരെയെല്ലാമാണ്? 23:31. ഉത്തരം കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടി. 59 യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം വിളിക്കപ്പെടുന്നത് ഏതു പേരിലാണ്? 23:33. തലയോട്. തലയോട് എന്ന പേരിലാണ് യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം വിളിക്കപ്പെടുന്നത്. 60 കുറ്റവാളികളായ 2 പേരെ എവിടെയാണ് കുരിശിൽ തറച്ചത്? 23:33. ഉത്തരം ഒരുവനെ യേശുവിൻ്റെ വലതുവശത്തും മറ്റൊരുവനെ ഇടതുവശത്തും. 61 ലൂക്ക 23:33 സാമ്യമുള്ള പഴയ നിയമ വചനഭാഗം ഏതാണ്? ഉത്തരം യേശയ്യ 53:12. 62 പിതാവേ അവരോട് ക്ഷമിക്കണമേ തുടർന്ന് യേശു പറഞ്ഞതെന്ത്? 23:34. ഉത്തരം അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. 63 യേശുവിനെ കുരിശിൽ തറച്ചവർ എന്തിനു വേണ്ടിയാണ് കുറിയിട്ടത്? ഉത്തരം യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുന്നതിന് വേണ്ടി. 64 ജനം നോക്കി നിൽക്കുമ്പോൾ യേശുവിനെ പരിഹസിച്ചത് ആര്? 23:35. ഉത്തരം പ്രമാണികൾ. 65 ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രമാണികൾ പരിഹസിച്ചത്? 23:35. ഉത്തരം തന്നെ രക്ഷിക്കട്ടെ എന്ന്. 66 പടയാളികൾ കുടിക്കാനായിട്ട് യേശുവിന് എന്താണ് കൊടുത്തത്? ഉത്തരം വിനാഗിരി. 67 പടയാളികൾ യേശുവിനെ പരിഹസിച്ച് പറഞ്ഞതെന്ത്? ഉത്തരം നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. 23:37. 68 യേശുവിൻ്റെ തലയ്ക്ക് മീതെയായി കുരിശിലുണ്ടായിരുന്ന ലിഖിതം എന്തായിരുന്നു? ഉത്തരം ഇവൻ യഹൂദരുടെ രാജാവ്. 23:38. 69 കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് എന്ത്? 23:39. ഉത്തരം നീ ക്രിസ്തു അല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. 70 യേശുവിനെ ദുഷിച്ചു പറഞ്ഞവനെ ശകാരിച്ച അപരൻ എന്താണ് പറഞ്ഞത്? ഉത്തരം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. 71 കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ അപരനോട് പറഞ്ഞതെന്ത്? 23:41. ഉത്തരം നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. 72 യേശുവിനെ ദുഷിച്ചവനെ ശകാരിച്ചവൻ യേശുവിനോട് പറഞ്ഞത് എന്ത്? 23:42. ഉത്തരം യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. 73 നല്ലവനായ കുറ്റവാളിയോട് യേശു അരുളി ചെയ്തത് എന്ത്? ഉത്തരം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. 74 യേശു കുരിശിൽ കിടന്നപ്പോൾ എത്ര സമയമാണ് ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചത്? 23:44. ഉത്തരം 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ. 75 ദേവാലയത്തിലെ തിരശ്ശീലയ്ക്ക് എന്താണ് സംഭവിച്ചത്? 23:45.
ഉത്തരം തിരശീല നടുവേ കീറി. 76. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എന്തു പറഞ്ഞാണ് ജീവൻ വെടിഞ്ഞത്? 23:46. ഉത്തരം പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 77. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത് ആരാണ്? ഉത്തരം ശതാധിപൻ. 78. ഇതെല്ലാം കണ്ടുകൊണ്ട് മാറത്തടിച്ച് തിരിച്ചുപോയതാര്? ഉത്തരം കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം. 79. അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നത് ആരെല്ലാം? ഉത്തരം യേശുവിൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് വന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും. 80. യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ എവിടെ നിന്നുള്ളവരായിരുന്നു? 23:49. ഉത്തരം ഗലീലിയിൽ നിന്നുള്ളവർ. 81. ജോസഫ് എവിടെ നിന്നുള്ളവനായിരുന്നു? 23:50. ഉത്തരം അരിമത്തിയായിൽ നിന്ന്. 82. അരിമത്തിയ ആരുടെ പട്ടണമായിരുന്നു? ഉത്തരം യഹൂദരുടെ പട്ടണം. 83. നല്ലവനും നീതിമാനും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനും ആരായിരുന്നു? ഉത്തരം അരിമത്തിയാക്കാരൻ ജോസഫ്. 84. ആലോചനാ സംഘത്തിലെ അംഗമായിരുന്നത് ആര്? ഉത്തരം അരിമത്തിയാക്കാരൻ ജോസഫ്. 85. പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചത് ആര്? ഉത്തരം അരിമത്തിയാക്കാരൻ ജോസഫ്. 86. യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വച്ചത് ആര്? ഉത്തരം അരിമത്തിയാക്കാരൻ ജോസഫ്. 87. യേശുവിനെ സംസ്കരിച്ച കല്ലറയുടെ പ്രത്യേകത എന്തായിരുന്നു? 23:53. ഉത്തരം പാറയിൽ വെട്ടിയുണ്ടാക്കിയതും അന്നുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തതുമായിരുന്ന കല്ലറ. 88. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ഡാഷിൻ്റെ ആരംഭവുമായിരുന്നു. 23:54 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സാബത്തിൻ്റെ. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. സാബത്തിൻ്റെ ആരംഭവുമായിരുന്നു. 89. കല്ലറ കാണുന്നതിന് വേണ്ടി ജോസഫിനോടൊപ്പം പോയത് ആര്? 23:55. ഉത്തരം ഗലീലിയിൽ നിന്നും യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ. 90. യേശുവിൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചുവെന്ന് കണ്ടത് ആര്? ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ. 91. കല്ലറ കാണാൻ പോയവർ തിരിച്ചു ചെന്ന് തയ്യാറാക്കിയത് എന്തെല്ലാം? ഉത്തരം സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും. 92. സാബത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചത് ആര്? ഉത്തരം ഗലീലിയിൽ നിന്നും വന്ന സ്ത്രീകൾ. 93. സാബത്തിൽ അവർ ഡാഷ് വിശ്രമിച്ചു. 23:56 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം നിയമാനുസൃതം. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 23-ാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.